കഠിനംകുളം കൊലക്കേസിൽ ആതിരയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജോൺസൺ തന്നെ ആതിരയുടെ കുടുംബത്തോട് പലതവണ സംസാരിച്ചിരുന്നുവെന്ന് പോലീസ്. എന്നാൽ കുടുംബം ആതിരയെ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കുട്ടിയെ ഉപേക്ഷിച്ച് ഒപ്പം വരാൻ കഴിയില്ലെന്ന് ആതിരയും നിലപാടെടുത്തതോടെയാണ് ജോൺസൺ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാൽ പറയുന്നു. ഇതുകൂടാതെ പ്രതിയെ പല സ്ഥലങ്ങളിലെത്തിച്ചെന്ന് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജോൺസനെ പുലർച്ചെയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം ഭയന്ന് കഠിനംകുളം സ്റ്റേഷനിലെത്തിക്കാതെ മംഗലപുരം സ്റ്റേഷനിൽ പാർപ്പിച്ചു. രാവിലെ 8 മണിക്ക് കഠിനംകുളത്ത് എത്തിച്ച ജോൺസനെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. 1 വർഷം മുന്നേ ഇൻസ്റ്റഗ്രാം വഴിയാണ് ആതിരയും ജോൺസണും പരിചയപ്പെട്ടത്. പിന്നീട് ഇത് പ്രണയബന്ധമായി മാറി. ഭാര്യ പിണങ്ങിപ്പോയതോടെ ആതിരയ്ക്കൊപ്പം താമസിക്കാൻ ജോൺസൺ തീരുമാനിച്ചു. എന്നാൽ കുട്ടിയെ ഉപേക്ഷിച്ച് പോകാൻ ആതിര തയ്യാറായില്ല. ജോൺസണുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ബന്ധുക്കൾ ആതിരയെ നിർബന്ധിച്ചു. ഇതോടെയാണ് ആതിരയെ കൊല്ലാൻ ജോൺസൺ പദ്ധതിയിട്ടതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇൻസ്റ്റഗ്രാം വഴി റീൽസ് ചെയ്ത് ഒരേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള പരിചയമാണ് ഇവർ തങ്ങളുണ്ടാകുന്നത്. ഈ ഒരു പരിചയം പിന്നീട് ഇവർ തങ്ങളിൽ വളരെ അടുപ്പമായി, അതൊരു സ്നേഹബന്ധത്തിലായി. ആതിര വിവാഹം കഴിച്ച് ഒരു കുട്ടിയുള്ള ആളായാൽ തന്നെ ഈ ജോൺസണോടൊപ്പം പോയി താമസിക്കുന്നതിന് തയ്യാറായില്ല. ഈ കൃത്യത്തിൻ്റെ തലേ ദിവസം ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും ചെല്ലാൻ തയ്യാറാവത്തിന് തുടർന്നാണ് കിടപ്പമുറിയിൽ വെച്ച് ഇയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരുമിച്ച് ജീവിക്കാനായി ജോൺസൺ വാടകയ്ക്ക് വീടെടുത്തിരുന്നു. ആതിര ഒപ്പം വരാൻ വിസമ്മതിച്ചതോടെ വീടിന് കൊടുത്ത അഡ്വാൻസ് തുക ആതിരയിൽ നിന്നും പിടിച്ചു വാങ്ങി. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജോൺസനെ വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയി. കത്തി വാങ്ങിയ ചിറയൻകീഴിലെ കട, ആതിരയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ച റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രതിയെ എത്തിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ജോൺസൺ ഉപേക്ഷിച്ച പാൻസും ബെൽറ്റും കണ്ടെത്തി. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമേ ആതിരയുടെ വീട്ടിൽ കൊണ്ടുപോകൂ. 24 തിരുവനന്തപുരം.